ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ്. അതായത് റീച്ചിങ് ദ ഏജ് ഓഫ് അഡോൾസൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഓരോ ഓർഗാനിസം അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിലെ ലൈഫിൽ ഓരോ സ്റ്റേജസ്, അതിനെ കുറിച്ച് അതിലത്തെ ഒരു സ്റ്റേജ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അഡോൾസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേജിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഓരോരുത്തർക്കും, ഓരോ ഓർഗാനിസത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് തന്നെ അവിടെ ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ഒരു അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് റീച്ചിങ് ദ ഏജ് ഓഫ് അഡോൾസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അറിയേണ്ട അല്ലെ, നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ് അഡോൾസൻസ് എന്ന് പറയുന്നത്, എന്താണ് ആ ഫേസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റീച്ചിങ് ദ ഏജ് ഓഫ് അഡോൾസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. സോ അഡോൾസൻസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരു ഓർഗാനിസംസ് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് തന്നെ ആയിക്കോട്ടെ, അവരുടെ ലൈഫിനകത്ത് ഓരോ സ്റ്റേജസ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ ബേബി ആയിട്ട് നമ്മൾ ബേബി ഉണ്ടാവുന്നു, ബേബി കുറച്ചുകൂടെ ഗ്രോത്ത് നടന്ന് അതൊരു ചൈൽഡ് ഏജിലോട്ട് നമ്മൾ പോകുന്നു. ചൈൽഡ് ഏജിൽ നിന്നും എന്തൊക്കെ സ്റ്റേജുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്, അതൊക്കെയാണ് അല്ലെ. അപ്പൊ ഒരുപാട് ഫേസിലൂടെയാണ് നമ്മൾ ഓരോ ഓർഗാനിസംസും കടന്നു പോകുന്നത്. അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നതാണ് അഡോൾസൻസ് പീരീഡ് അല്ലെങ്കിൽ അഡോൾസൻസ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസംസ് എന്ന് പറയുന്നത് നോക്കി ഡിഫറെന്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. ആദ്യം ബേബി ബേബി ആയിട്ട് ഇരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ കുറെ ഡെവലപ്മെന്റ്സ് ഒക്കെ നടന്ന് ഒരുപാട് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്, ഫിസിക്കലായിട്ടും മെന്റലായിട്ടും അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ് ഒക്കെ നടന്ന് അടുത്തൊരു ഫേസിലോട്ട് നമ്മൾ എത്തുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ചൈൽഡ് ഫേസ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ നമുക്ക് ഒരുപാട് അഡ്വാൻസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫേസിൽ നിന്നും, ബേബി എന്ന് പറയുന്ന ഒരു ഫേസിൽ നിന്നും ഒരുപാട് ഡെവലപ്മെന്റുകൾ കഴിഞ്ഞ് ചൈൽഡ് എന്നൊരു ഫേസിലോട്ട് നമ്മൾ എത്തുന്നുണ്ട്. അവിടെ നിന്നും എന്ത് ചെയ്യാൻ സംഭവിക്കുന്നു, ഒരു അഡോളസെന്റ് ആയിട്ട് മാറുന്നുണ്ട് നമ്മൾ അല്ലെ. ബേബി അല്ലെങ്കിൽ ബേബി എന്നുള്ള ഒരു ഫേസിൽ നിന്നും ചൈൽഡ് ആയി മാറി, ചൈൽഡിൽ നിന്നും ഒരുപാട് അഡ്വാൻസ്മെന്റ് നടന്ന് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു ഫേസിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, അഡോൾസൻസ് പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ നിന്നും ദെൻ വി ആർ മൂവിങ് ടു ആൻ അഡൽട്ട് എന്ന് പറയുന്ന ഒരു ഫേസിലോട്ട് നമ്മൾ മാറുന്നുണ്ട്. അഡൽട്ട് ആയി കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ചേഞ്ചുകളൊക്കെ സംഭവിച്ച് ദെൻ വി ആർ റീച്ചിങ് ടു ആൻ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. ഓൾഡ് ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ നമ്മുടെ ലൈഫ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡെത്ത് സംഭവിക്കും. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഡെത്ത് സംഭവിക്കുന്നുണ്ട്. അഗെയിൻ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അല്ലെ. ഡിഫറെന്റ് ഫേസസിലൂടെ നമ്മുടെ ലൈഫ് കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ കേസാണ് പറയുന്നത്. ഇതുപോലെ തന്നെ എല്ലാ ഓർഗാനിസത്തിലും ഈ പറയുന്ന ഡിഫറെന്റ് സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ്, ദാറ്റ് ഈസ് ദ അഡോളസൻസ് ഫേസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അഡോളസൻസ് ഫേസ് എന്ന് പറയുന്നത് എവിടെ വരുന്നു? ഒരു ചൈൽഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്നും അഡൽട്ട് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് മാറുന്ന സമയത്ത് അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഫേസ് ആണ് അഡോളസൻസ് എന്ന് പറയുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചുകൾ നമുക്ക് മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് ചേഞ്ചുകൾ വരുന്ന ഒരു ഫേസ് ആണ് ഈ പറയുന്ന അഡോളസൻസ് എന്ന് പറയുന്ന ഈ ഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഫേസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എന്താണ് അഡോളസൻസ്, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ട് നമുക്ക് അവിടെ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു ഫേസിനെ കുറിച്ച് ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഫേസിനകത്തോട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഓക്കെ, എന്തൊക്കെ കെയറുകൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അഡോളസൻസ് എന്ന് പറയുന്ന ഫേസിനകത്ത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായി എന്താ, ഒരു ചൈൽഡ് എന്ന് പറയുന്ന ഫേസിൽ നിന്നും അഡൽട്ട് എന്ന് പറയുന്ന ഫേസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിലുള്ള ആ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ടീനേജ് എന്ന് പറയുന്നത്.
അല്ലെ? ടീനേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണ് ടീനേജ് എന്ന് പറയുന്നത് എന്താണ് ഒരു 13 to 19 വരെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉള്ളതാണ് നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്കറിയാം എല്ലാം നമുക്ക് വരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ വരുന്ന എന്തൊക്കെ ആയി തീരണം എന്ന് തീരുമാനിക്കുന്നത് എല്ലാം ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ദാറ്റ് ഈസ് ഫ്രം ദ 13 to 19 എന്ന് പറയുന്നത്. അപ്പൊ അതന്നെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. നമുക്ക് മെന്റലി ആണെങ്കിലും നമ്മുടെ ചിന്തകളാണെങ്കിലും ഇല്ലെങ്കിൽ ബാക്കി എല്ലാം അവിടെ ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ ഒരു ഫേസിനകത്താണ്. ദാറ്റ് ഈസ് ഫ്രം ദ 13 to the 19 എന്ന് പറയുന്ന ആ ഒരു ഏജിലാണ് നമുക്ക് പറയുന്ന എല്ലാ ചേഞ്ചുകളും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഡോളസൻസ് എന്ന് പറയുന്നത് ഇത്രമേൽ ഇമ്പോർട്ടന്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാവുന്ന ഒരു ഫേസും ഈ പറയുന്ന ടീനേജിലാണ്. ബോയ്സ് ആണെങ്കിലും ഗേൾസിലാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു പീരീഡിനകത്താണ് അവർക്ക് അവരുടേതായ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ അവരുടെ ഒരു മെച്യൂരിറ്റി ലെവൽ അറ്റൈൻ ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പീരീഡിനകത്ത് നമുക്ക് ആ ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരുപാട് ഹോർമോൺസിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഹോർമോൺസ് അവിടെ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ആ ആക്ടിവേറ്റഡ് ആവുന്ന കാരണം നമ്മുടെ ബോഡിക്ക് ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ മെന്റലിയും ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാവുന്നു. ദാറ്റ് മേ ബി പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യാം. ഓക്കെ, ഈ ഹോർമോണൽ ചേഞ്ച് എന്നൊക്കെ പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഹോർമോണൽ ഇൻബാലൻസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നടക്കുന്നത് ഈ ഒരു പീരീഡിനകത്താണ്. ഓക്കെ, അപ്പൊ ഹോർമോൺസിന്റെ അളവുകൾ ഇപ്പൊ ഗേൾസിലാണെങ്കിലും നമ്മുടെ ലേഡി അല്ലെങ്കിൽ ഫീമെയിൽ ഹോർമോൺസ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചുകൾ ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ മെന്റലി ആണെങ്കിലും ഒരുപാട് ചേഞ്ചുകൾ അവിടെ സംഭവിക്കുന്നുണ്ടാവും. ലൈക്വൈസ് മെയിൽസിലാണെങ്കിലും മെയിൽ ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന 13 to 19 എന്ന് പറയുന്ന ഒരു പീരീഡിലാണ് ഈ പറയുന്ന ഹോർമോൺസ് ആക്ടിവേറ്റഡ് ആവുന്നത്. അത് കാരണം തന്നെ ഓരോരുത്തരുടെ ബോഡിയിലും അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഒരു റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഹ്യൂമൻ ബീയിങ്സിലൊക്കെ ആണെങ്കിൽ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് ഈ ഒരു പീരീഡിനകത്താണ്. Okay, so we can say that animals അല്ലെങ്കിൽ as well as human beings can reproduce only after a certain age or time period in their lives after growing up into an adult. ഒരു അഡൽട്ട് ആവുന്നതിന് മുന്നേ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചേഞ്ചുകളൊക്കെ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നത്. ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ ഹോർമോൺസിന്റെ ലെവല്. പലതരം ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺസിന്റെ ചേഞ്ചസ്, ആ ഹോർമോൺസ് കാരണമാണ് നമ്മുടെ ബോഡിക്കകത്ത് ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ നടക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദീസ് ഓൾ ആർ ഇൻഫ്ലുവൻസ് ഓഫ് എൻ ഹോർമോൺസ്. അപ്പൊ ഹോർമോൺസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ, ഇല്ലെങ്കിൽ ഇവരുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ അഡോളസൻസ് എന്ന് പറയുന്ന പീരീഡിനകത്ത് ഒരുപാട് ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഹോർമോൺസ് കാരണം നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്നു. അതിലെ ഒരു ചേഞ്ച് ആണ് ദേ ആർ അറ്റൈനിങ് എ സെക്ഷുവൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഏജില് ഗേൾസിലാണെങ്കിലും ബോയ്സിലാണെങ്കിലും സെക്ഷൽ മെച്യൂരിറ്റി ഉണ്ടാവുന്നു. ആ ഒരു സമയം കഴിയുമ്പോൾ ആ ഒരു ഏജ് മുതൽ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുന്നു എന്നതാണ് അഡോളസൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഏത് ടൈമാണ് നമ്മൾ പറഞ്ഞത്? ഏതൊരു ഏജിൽ വരുന്നുണ്ട്? ഒരു ടീനേജ് എന്ന് പറയുന്നത്, അതായത് 13 to 19 എന്ന് പറയുന്ന ഒരു ഏജ് ഇടയിലാണ് ഈ പറയുന്ന അഡോളസൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത്. So adolescence is a
ടൈം പീരീഡ് ഇൻ ലൈഫിൽ, ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനകത്തെ ഒരു ടൈം പീരീഡ് ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അവിടെ ഉണ്ടാവുന്നു ആൻഡ് എക്സ്പീരിയൻസ് സം ചേഞ്ചസ്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചുകളും നമ്മുടെ ബോഡിക്കകത്ത് സംഭവിക്കുന്നു. സോ ദ മെയിൻ തിങ് എന്ന് പറയുന്നത് എന്താണ്? അഡോളസൻസ് എന്ന് പറയുന്ന ആ ഒരു ഏജിനകത്താണ് നമുക്ക് സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് എന്ന് ഓർക്കുക. സെക്ഷുവൽ മെച്യൂരിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഹോർമോൺസ് ആണ്. ഹോർമോൺസിന്റെ ഉൽപാദനം അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ അവിടെ കൂടുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഓർത്തു വെക്കുക. അപ്പൊ അഡോളസൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? സെക്ഷുവൽ മെച്യൂരിറ്റി ഉണ്ടാവുന്ന ഒരു ടൈം പീരീഡിനെയാണ് സെക്ഷുവൽ മെച്യൂരിറ്റി. അത് ഓർത്തിരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? അഡോളസൻസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഓഫ് ലൈഫ് ആണ്. അതിനകത്താണ് ഒരു ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസംസ് അറ്റൈൻസ് എ സെക്ഷുവൽ മെച്യൂരിറ്റി. ക്ലിയർ ആണല്ലോ. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ്? ഓരോരുത്തർക്കും അത് വേരി ചെയ്യും അല്ലെ. ഓരോ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ചേഞ്ചുകളൊക്കെ വേരി ചെയ്യുന്നുണ്ട്. ചിലവർക്ക് ചില തരത്തിലായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, വേറൊരാൾക്ക് അതിലും വേറൊരു തരത്തിലായിരിക്കും അവർക്ക് ചേഞ്ചുകൾ സംഭവിക്കുന്നത്. ഓക്കെ, എനിവേ ദ അഡോളസൻസ് പീരീഡ് ഇൻക്ലൂഡ്സ് നമ്മൾ പറഞ്ഞു ഏത് ഏജിനകത്താണ് വരുന്നത്? ടീനേജ് എന്ന് പറയുന്ന ഏജിനകത്താണ് വരുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് ടീനേജേഴ്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അഡോളസൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എപ്പോഴാണോ അവർക്കൊരു സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് ആ ഒരു പീരീഡ് ഓഫ് ലൈഫിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. ചൈൽഡും അഡൽട്ടും ആവുന്നതിനിടയ്ക്കുള്ള ആ ഒരു ഫേസ് ആണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ടീനേജ് എന്നും കൂടെ പറയാം. 13 to 19 ഇയേഴ്സിനെയാണ് നമ്മൾ ഈ ടീനേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡോളസൻസ് ഫേസ് എന്ന് പറയുന്നതും ഇതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് ഓരോ ഇൻഡിവിജ്വലിനും ബേസ് ചെയ്തിരിക്കും. ഓരോരുത്തർക്കും ഓരോ ചേഞ്ചുകളായിരിക്കും, വേരി ചെയ്തിരിക്കും ഇവരുടെ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബോയ്സിന്റെ കേസിലാണെങ്കിൽ അവരുടെ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് അതായത് when they reach the 11 years. ഓക്കെ, ഇപ്പൊ ഒരു 11 വയസ്സ് മുതലാണ് അവർക്ക് ഈ പറയുന്ന അഡോളസൻസ് ഫേസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത്. ആൻഡ് ends at the 18 to 19 ഇയേഴ്സിൽ എൻഡ് ചെയ്യുന്നു. ഗേൾസിനകത്താണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ചേഞ്ചുകൾ സംഭവിക്കാൻ തുടങ്ങുന്നത് 10 to 11 ഇയേഴ്സിലായിരിക്കും. അതുപോലെ തന്നെ ആ ചേഞ്ചുകൾ അവസാനിക്കുന്നത് 18 to 19 ഇയേഴ്സിൽ അവരുടെ ഈ പറയുന്ന ചേഞ്ചുകളൊക്കെ അവസാനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗേൾസിനകത്തും ബോയ്സിനകത്തും അഡോളസൻസ് ഏജ് എന്ന് പറയുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ബോയ്സിൽ ഒരു 11 ഇയേഴ്സ് ആവുമ്പോൾ ഈ പറയുന്ന ചേഞ്ചസ് ഒക്കെ അവരുടെ ബോഡിക്കകത്ത് വന്നു തുടങ്ങുന്നുണ്ട്. ഗേൾസിലാവുമ്പോൾ അറൌണ്ട് 10 to 11 ഇയേഴ്സിൽ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. സോ ചൈൽഡിൽ നിന്നും അഡൽട്ട് ആവുന്നതിന് മുന്നേ അവരെത്തുന്ന ഒരു സ്റ്റേജ് ആണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് അവർക്ക് എന്ത് സംഭവിക്കുന്നു? സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്യൂബർട്ടി എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ പറഞ്ഞു അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത് ആ ഒരു ഫേസ് ആണ് അല്ലെ. നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിനെ മൊത്തത്തിൽ നമ്മൾ എന്തെന്ന് പറയും? അഡോളസൻസ് ഫേസ് എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണോ അവർക്ക് അറ്റൈൻ ചെയ്യുന്നത് ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ടൈമിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്യൂബർട്ടി എന്ന് പറയുന്നത്. Okay, so puberty is the time period in life when animals and human beings become capable of reproduction. അവർക്ക് റീപ്രൊഡക്ഷൻ അറ്റൈൻ ചെയ്യുന്ന ആ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഈ പ്യൂബർട്ടി ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് ആണ് നമ്മൾ ഈ ബോയ്സിന് പറഞ്ഞ 11 ഇയേഴ്സും ഗേൾസിന് പറഞ്ഞ 10 to 11 ഇയേഴ്സും ഒക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആ ഒരു ഏജ് പീരീഡിൽ എപ്പോ വേണമെങ്കിലും അവർക്ക് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യാം. ദാറ്റ് ഈസ് സെക്ഷുവൽ മെച്യൂരിറ്റി അവർക്ക് അറ്റൈൻ ചെയ്യാം. അതിനുള്ള ചേഞ്ചുകൾ നടക്കുന്നതാണ് ഈ പറയുന്ന അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ സെക്ഷുവൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഡിഫറെന്റ് ചേഞ്ചസ് ഇവരുടെ ബോഡിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ചേഞ്ചുകൾ തുടങ്ങുന്നതാണ് ഈ പറയുന്ന 11 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവർക്ക് 19 ഇയേഴ്സ് വരെ ഇവർക്ക് ഈ പറയുന്ന ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. ആ ചേഞ്ചിന്റെ കൂട്ടത്തിലാണ് ഇവർക്ക് ഈ അറ്റൈനിങ് ദ സെക്ഷുവൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ആ സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
Okay, so the changes that occur in the body during the adolescence age are the indication that an individual is reaching the puberty. അപ്പൊ പ്യൂബർട്ടിയിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവാം? നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചുകൾ വെച്ചിട്ട് അല്ലെ, ഡിഫറെന്റ് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സോ നമുക്കറിയാം they are going to reach the period of puberty എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഗേൾസിനകത്താണെങ്കിലും ബോയ്സിനകത്താണെങ്കിലും ഒരുപാട് ചേഞ്ചുകൾ അവരുടെ ബോഡിക്കകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. സൗണ്ട് മാറുന്നത്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാം എന്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദേ ആർ ഗോയിങ് ടു അറ്റൈൻ ദ പ്യൂബർട്ടി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ പ്യൂബർട്ടി എന്ന് പറയുന്നത് എപ്പോഴാണോ അവർ ആ സെക്ഷുവൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യുന്നത്, ആ പീരീഡിലാണ് നമ്മൾ, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. അതിൽ വരുന്ന ബാക്കിയുള്ള എല്ലാ ചേഞ്ചസും നടക്കുന്നത് അഡോളസൻസ് ഫേസിനകത്താണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ എന്താണ് അഡോളസൻസ്, എന്താണ് പ്യൂബർട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ ഈ പ്യൂബർട്ടിയുടെ ടൈമില് അവർക്ക് സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു പീരീഡില് ഇവർക്ക് ഒരുപാട് ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെ ചേഞ്ചുകളാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ചേഞ്ചുകളാണ് നടക്കുന്നത് നമുക്കറിയാം അല്ലെ. അവരുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഗേൾസിലാണെങ്കിലും ബോയ്സിലാണെങ്കിലും പെട്ടെന്ന് തന്നെ ഹൈറ്റ് വെക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഒരു വർഷം വാങ്ങിയ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഡ്രസ്സ് നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്നില്ല. കാരണം എന്താ, പെട്ടെന്നാണ് ആ ഒരു പീരീഡിൽ നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഹൈറ്റ് വൈസ് ആണെങ്കിലും അല്ലെ, എല്ലാം നമുക്ക് ചേഞ്ചുകൾ ഒരുപാട് സംഭവിക്കുന്ന ഒരു പീരീഡാണ് ഇത്. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്നുണ്ടാവാം. ഓക്കെ, കാരണം എന്താണ്, ദ ബോൺസ് ഓഫ് ദ ലെഗ്സ് ഇൻ ദ ആംസ് ആൻഡ് എ പേഴ്സൺ സ്റ്റാർട്ട് ടു ഗ്രോ ലോങ്ങർ. പെട്ടെന്നാണ് ആ ബോണ്ട് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പെട്ടെന്ന് ടോൾ ആവാൻ അല്ലെങ്കിൽ ഹൈറ്റ് കൂടാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഒക്കേഴ്സ് അൺടിൽ ദ ഏജ് ഓഫ് 18 വരെയാണ് ഈ പറയുന്ന ഹൈറ്റ് ഇൻക്രീസും കാര്യങ്ങളൊക്കെ ബോയ്സിനകത്താണെങ്കിലും ഗേൾസിനകത്താണെങ്കിലും നടക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഒബ്സർവ് ഗേൾസ് ഗ്രൂപ്പ്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗേൾസിനാണ് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് പെട്ടെന്ന് നടക്കുന്നത്. ഓക്കെ, ബോയ്സിനേക്കാളും ഗേൾസിനകത്താണ് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് പെട്ടെന്ന് നടക്കുന്നത്. ഓക്കെ, ഒരു ഫസ്റ്റ് ചേഞ്ച് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന അഡോളസൻസ് സ്പേസിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഹൈറ്റിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ ബോഡി ഷേപ്പ് ഒക്കെ പെട്ടെന്ന് മാറാൻ തുടങ്ങും അല്ലെ. അതുപോലെ തന്നെ കുറച്ചുകൂടെ നമ്മൾ അലേർട്ട് ആയിരിക്കും. ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും അവർക്ക് ബോഡീനെ കുറിച്ചൊക്കെ. നമ്മൾ ഗ്രൂം ചെയ്ത് തുടങ്ങുന്നതൊക്കെ ആ ഒരു പീരീഡിലായിരിക്കും അല്ലെ. കുറച്ചുകൂടെ നമ്മുടെ ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആവുന്നത് ഈ ഒരു ഏജിലാണ്. അത് ഗേൾസ് ആണെങ്കിലും ശരി ബോയ്സ് ആണെങ്കിലും ശരി അല്ലെ. സോ ബോഡി ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അവരനുസരിച്ച് അവരുടെ ചെസ്റ്റും ഷോൾഡേഴ്സും ഒക്കെ വൈഡർ ആവുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് ഗേൾസിനകത്താണെങ്കിലും ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചുകളൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഏജിൽ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചുകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ മസിൽ ഗ്രോത്ത് കൂടുതലായിട്ട് നടക്കുന്നത് ഈ ഒരു പീരീഡിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ മസിൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയുടെ ഷേപ്പും വ്യത്യാസം വരാനായിട്ട് ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ വോയിസിലെ ചേഞ്ച് അല്ലെ. ഇപ്പൊ ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയും, അവരുടെ വോയിസ് പെട്ടെന്ന് തന്നെ ഒരു ഷാർപ്പായിട്ട് തുടങ്ങും ആ ഒരു ഏജിലാവുന്ന സമയത്ത്. നേരത്തെ കുട്ടികളുടെ സൗണ്ട് ആയിരിക്കും, പിന്നീട് ആ ഒരു ഏജിൽ എത്തുന്ന സമയത്ത് അവരുടെ വോയിസ് കുറച്ചുകൂടെ ഷാർപ്പായി തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അതും ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നമുക്ക് ഈ പറയുന്ന വോയിസിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ലാറിങ്സ്, വോക്കൽ കോഡ് എന്നൊക്കെ പറയുന്ന വോയിസ് ബോക്സ് എന്നൊക്കെ പറയുന്ന ലാറിങ്സിന്റെ ഡെവലപ്മെന്റ് അവിടെ കൂടുതലായിട്ടും നടക്കുന്നുണ്ട്. ഓക്കെ, ഗേൾസിനകത്തും ഈ പറയുന്ന ചേഞ്ചുകളൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി ബോയ്സിനകത്താണ് ഈ പറയുന്ന ചേഞ്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സൗണ്ടിലുള്ള ആ ഒരു വേരിയേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ചേഞ്ചുകൾ പറഞ്ഞത്? നമ്മൾ ഹൈറ്റിൽ വരുന്ന വ്യത്യാസം പറഞ്ഞു, അതുപോലെ തന്നെ ബോഡിയുടെ ഷേപ്പിൽ വരുന്ന വ്യത്യാസം പറഞ്ഞു. ഹൈറ്റിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ബോണിന്റെ ഗ്രോത്തിനനുസരിച്ചിരിക്കും അല്ലെ, ബോൺസിന്റെ ഗ്രോത്തിനനുസരിച്ചിരിക്കും.
അതുപോലെ തന്നെ ഷേപ്പ് മാറുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മസിൽ ഗ്രോത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വോയിസ് ബോക്സിന്റെ ഡെവലപ്മെന്റ്, ലാരിങ്സിന്റെ ഡെവലപ്മെന്റ് കാരണം അവരുടെ വോയിസിലും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു ചേഞ്ച് തന്നെയാണ് നമ്മുടെ ഓയിൽ സെക്രീഷൻസ് അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻസിന്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഇൻക്രീസ്ഡ് സ്വെറ്റ് ആൻഡ് ഓയിൽ പ്രൊഡക്ഷൻ ഇൻ ദ സ്കിൻ. നമുക്കറിയാം പിമ്പിൾസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ കാണാൻ തുടങ്ങുന്നത് ഈ ഒരു പീരീഡിലായിരിക്കും അല്ലെ. കാരണം എന്ന് പറയുന്നത് ഈ സമയത്താണ് സ്വെറ്റ് ഗ്ലാൻഡ്സ് അതുപോലെ തന്നെ ഓയിൽ സെക്രീഷൻസ്, നമ്മുടെ സ്കിന്നിൽ നിന്നുള്ള ഓയിൽ സെക്രീഷൻസ് ഒക്കെ കൂടുന്ന ഒരു ടൈമാണ് ഈ ഒരു അഡോളസൻസ് എന്ന് പറയുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ സെബേഷ്യസ് ഗ്ലാൻഡ് അല്ലെ, നമ്മുടെ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, അതായത് സ്വെറ്റും ഓയിൽസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലാൻഡിന്റെ ഒക്കെ ഡെവലപ്മെന്റ് കാരണം ഒരുപാട് സെക്രീഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. സ്വെറ്റും അതുപോലെ തന്നെ മോർ ഓയിൽസും ഒക്കെ നമ്മുടെ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് എക്കിങ്സും അതുപോലെ തന്നെ പിമ്പിൾസും ഒക്കെ കാണാനായിട്ട് സാധ്യത കൂടുതലാണ് ഈ ഒരു പീരീഡിൽ എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മളിപ്പോ നിങ്ങളൊക്കെ ഈ ഒരു ഏജിലേക്ക് ഇപ്പോ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ ചേഞ്ചുകളാണ് വരുന്നത് എന്നുള്ളതൊക്കെ അല്ലെ. അതൊക്കെ നമ്മളൊന്ന് കൺസോൾട്ടേറ്റ് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ബോയ്സിനകത്താണെങ്കിലും ഗേൾസിനകത്താണെങ്കിലും പറയുന്ന എക്സസ് ഓയിൽ സെക്രീഷൻസും അതുപോലെ തന്നെ സ്വെറ്റും ഒക്കെ കൂടുന്ന ഒരു പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റും കൂടുതലായിട്ട് നടക്കുന്നത് ഈ ഒരു ഫേസിലാണ്. puberty at the reproductive organs are developed completely. മെയിൽസിലാണെങ്കിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നതും അതുപോലെ തന്നെ ഫീമെയിൽസിലാണെങ്കിൽ അവരിൽ എഗ് റിലീസ് ചെയ്യാൻ തുടങ്ങുന്നതും ഓവറിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നതും എല്ലാം ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, അതുതന്നെയാണ് നമ്മൾ പറഞ്ഞത്. സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു പീരീഡ് ആണ്. അതുകൊണ്ട് തന്നെ സെക്ഷൽ ഓർഗൻസും കൂടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൽ ഹോർമോൺസും ഫീമെയിൽ ഹോർമോൺസും കൂടുതലായിട്ട് ഈ ഒരു പീരീഡിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പേം ഡെവലപ്മെന്റ് മെയിൽസിന്റെ കേസിലാണെങ്കിൽ സ്പേമിന്റെ പ്രൊഡക്ഷനും ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ എഗ്ഗിന്റെ റിലീസും നടക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, ദെൻ മെന്റലി ഇമോഷണലി ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും അതിന്റെ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നതും ഇന്റലക്ച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെ. നിങ്ങൾക്കൊക്കെ ഇപ്പോഴായിരിക്കും കുറെ കൂടെ ദേഷ്യം കൂടുതൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ അഫെക്ഷൻ ഒക്കെ കൂടുതൽ തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഒരു പീരീഡിലായിരിക്കും അല്ലെ. അപ്പൊ കാരണം എന്താ? അതൊന്നും നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ ചേഞ്ചുകളാണ് അല്ലെ. ഓരോ ഹോർമോൺസിന്റെ ചേഞ്ച് ആണ് ഈ പറയുന്നത്. അത് കാരണമാണ് നമ്മുടെ ബോഡിക്കകത്ത് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു തരത്തിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതും എല്ലാം റിയാക്ട് ചെയ്യുന്നതും എല്ലാം എന്തുകൊണ്ടാണ്? ഈ ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷന്റെ കാരണമാണ്. ഓക്കെ, അപ്പൊ അഡോളസൻസിലാണ് നമ്മുടെ ബ്രെയിൻ പവർ കുറച്ചുകൂടെ കൂടുന്നത്, ലേണിംഗ് പവർ കൂടുന്നത്, കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ ശ്രമിക്കുന്നത് എല്ലാം ഈ ഒരു പീരീഡിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതാവുന്നതും എല്ലാം ഈ ഒരു പീരീഡിലായിരിക്കും. ഓക്കെ, ദ വേ ഓഫ് തിങ്കിങ് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു തിങ്കിങ് പവർ, വേ ഓഫ് തിങ്കിങ് ഒക്കെ മാറുന്നത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ചുകൂടെ സെൽഫ് കോൺഷ്യസ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഗേൾസിന്റെ കേസിലാണെങ്കിൽ കുറച്ചുകൂടെ അൺകംഫർട്ടബിൾ ആയി തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി തോന്നുന്നത് കാരണം നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചുകളാണ് ഈ സമയത്ത് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് കോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പീരീഡിൽ എന്ന് പറയുന്നത്. ചിലർക്ക് അതിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം അല്ലെ. ഇങ്ങനെ പല സ്റ്റേജുകളുണ്ട്, ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കുറെയൊക്കെ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് നടക്കേണ്ട ചേഞ്ചുകളാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന നിയമങ്ങളാണ് അല്ലെ. ഇങ്ങനെ ഓരോരോ ഡെവലപ്മെന്റ് ഓരോ ലൈഫിൽ ഓരോരുത്തർക്ക് ഇതുപോലെയുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന അൺകംഫർട്ടബിലിറ്റി അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഇങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു പീരീഡിനകത്ത്.
അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഓൾ ദീസ് ചേഞ്ചസ് ആർ കംപ്ലീറ്റ്ലി നോർമൽ എന്ന് നമ്മൾ വിചാരിക്കുക. പീരീഡ്സ് ആവുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ഫീമെയിൽസിലാണെങ്കിൽ പ്യൂബർട്ടി എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യുന്നത് നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്, പീരീഡ്സ് ആയി തുടങ്ങുന്നത് അല്ലെ. നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചുകൾ ആ സമയത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് എനിവേ നമുക്ക് അറിയണം ദീസ് ആർ ക്വൈറ്റ് നോർമൽ. ഓക്കെ, നമ്മൾ അതിനോട് നമ്മൾ ഓവർകം ചെയ്ത് അതിനോട് നമ്മൾ അഡ്ജസ്റ്റഡ് ആവണം. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇന്റലക്ച്വൽ ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഒരുപാട് ചേഞ്ചുകൾ നടക്കുന്ന ഒരു പീരീഡ് ആണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ it is also recommended that the adolescent should eat a proper diet which are അപ്പൊ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചുകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ഒരുപാട് ഗ്രോത്തുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്, ഒരുപാട് സെക്രീഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഏജിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചേഞ്ചിനെ ഓവർകം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ അവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള, മിനറൽസ് റിച്ച് ആയിട്ടുള്ള, ന്യൂട്രിയൻസ് എല്ലാം റിച്ച് ആയിട്ടുള്ള, ഗ്രോത്തിനും ഹെൽത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡും നമ്മൾ ഈ ഒരു പീരീഡിനകത്ത് കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഈ പറയുന്ന ബോഡിക്കകത്ത് വരുന്ന ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടാവണം. ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങള്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, അതുപോലെ മിനറൽസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തണം. ബോൺസിന്റെ ഡെവലപ്മെന്റ് ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ബോൺസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് അവർക്ക് ആ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്ത് കൊടുക്കണം. മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മസിൽസ് വെറുതെ ഡെവലപ്പ് ചെയ്യില്ല, അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അവിടെ കിട്ടിയിട്ടുണ്ടാവണം അല്ലെ. അപ്പൊ ഈ പറയുന്ന ഡെവലപ്മെന്റ്സിനെല്ലാം ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം വി ഹാവ് ടു ഹാവ്. ഓക്കെ, സോ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ഓൾ ദ ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, ഒരു ഏജിൽ എല്ലാവരും ഒരു ബാലൻസ് ഡയറ്റ് ഉണ്ടാക്കണം, നല്ല പോലെ ഭക്ഷണം കഴിക്കണം, നമ്മുടെ ഗ്രോത്തിനും ഹെൽത്തിനും ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് നമ്മൾ നമ്മുടെ ബോഡിക്ക് ഇവിടെ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മൾ പറഞ്ഞു ഇവിടെ കൂടുതലായിട്ടും അല്ലെങ്കിൽ ഒരു അഡോളസൻസ് എന്ന് പറയുന്നതിന്റെ മെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനകത്ത് ഈ പറയുന്ന ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദീസ് ഓൾ ആർ റിലേറ്റഡ് ടു ദ സെക്ഷുവൽ മെച്യൂരിറ്റി. അവിടെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അവർക്ക് സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഡെവലപ്മെന്റ്സ് വരുന്നത് അല്ലെങ്കിൽ അവിടെ ബാക്കിയുള്ള ചേഞ്ചുകളൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നതാണ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും അവരുടെ ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. ദീസ് ചേഞ്ചസ് ആർ കോൾഡ് ആസ് ദ സെക്ഷുവൽ ചേഞ്ചസ് ആർ കോൾഡ് ആസ് ദ സെക്കൻഡറി സെക്ഷുവൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് മെയിൽസിലും ഫീമെയിൽസിലും ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ഹോർമോൺസ് ആണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മെയിൽസിനകത്ത് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത് ഒരു പ്രത്യേക തരം ഹോർമോൺസ് ആയിരിക്കും. In the case of females also, their secondary sexual characters are influenced by a set of hormones that are called as the female hormones, and in the male it is called as the male hormones. മെയിൽസിലാണെങ്കിൽ മെയിൽ ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ഫീമെയിൽസിലാണെങ്കിൽ ഫീമെയിൽ ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ പറയുന്ന രണ്ട് ഹോർമോൺസും രണ്ടുപേരുടെയും ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് വേസിലായിരിക്കും. അങ്ങനെ ഇവർക്ക് സെക്ഷുവൽ ക്യാരക്ടേഴ്സ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പ്യൂബർട്ടി, അപ്പൊ ആ ഒരു സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്ന ആ ഒരു
ടൈമിനെയാണ് നമ്മൾ പ്യൂബർട്ടി, ആ ഒരു ഏജ്, ആ ഒരു പീരീഡ് ആണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഇതിലുണ്ടാവുന്ന ഡിഫറെന്റ് ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എന്തൊക്കെയാണ് മെയിൽസിനകത്ത് കാണുന്ന സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് സെക്കൻഡറി മെയിൽസിൽ കാണുന്നത്? ഏതൊക്കെയാ? ഫേഷ്യൽ ഹെയർസ്, ഒരുപാട് ഹെയർ ഗ്രോത്തുകളൊക്കെ ഉണ്ടാവുന്നത് അല്ലെ, ആ ഒരു പീരീഡിലാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഹെയർസ് ഓൺ ദ ചെസ്റ്റ്, അണ്ടർ ദ ആംസ് ആൻഡ് പ്യൂബിക് ഏരിയ, അതൊക്കെ ഡെവലപ്മെന്റുകളൊക്കെ, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ഹെയർസ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് മെയിൽസിനകത്ത് സംഭവിക്കുന്നതും ഫീമെയിൽസിനകത്ത് സംഭവിക്കുന്നതും ഈ ഒരു പീരീഡിലാണ്. ഗേൾസിലാണെങ്കിലും ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഹെയർസ് അണ്ടർ ദ ആംസ് ആൻഡ് ദ പ്യൂബിക് ഏരിയ. ദീസ് ആർ ദ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡിനകത്ത് ബോഡിക്കകത്ത് വരുന്ന ഡിഫറെന്റ് ചേഞ്ചസ് കൂടാതെ ഈ പറയുന്ന ക്യാരക്ടേഴ്സിലും ചേഞ്ച് വരുന്നുണ്ട്. ഇതൊക്കെയാണ് സെക്ഷുവൽ ക്യാരക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അഡോളസൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്താണ് അല്ലെ? മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ? അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു ലൈഫിൽ, ഒരു ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസംസ് ആണെങ്കിലോ അവരുടെ ലൈഫിൽ അവർക്ക് വരുന്ന ചേഞ്ചുകൾ അല്ലെ, ഡിഫറെന്റ് സ്റ്റേജ്, ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിനകത്താണ് അവർക്ക് സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇവർക്ക് സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്? ആ ഒരു ഏജിന്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. ദാറ്റ് പെർട്ടിക്കുലർ ടൈം ഈസ് കോൾഡ് ആസ് ദ പ്യൂബർട്ടി എന്ന് പറയുന്നത്. അറ്റൈൻ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പീരീഡിനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഈ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യാനായിട്ട്, ആ ഒരു സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് മെയിൽസിന്റെ ബോഡിയിലാണെങ്കിലും ഫീമെയിൽസിന്റെ ബോഡിയിലാണെങ്കിലും ഡിഫറെന്റ് ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. ഹൈറ്റ് കൂടുന്നത്, അല്ലെങ്കിൽ ബോഡിയുടെ ഷേപ്പ് മാറുന്നത്, അതുപോലെ തന്നെ വോയിസ് ചേഞ്ച് ആവുന്നത്, ഇതൊക്കെ എന്താണ്? അഡോളസൻസ് ഏജിൽ വരുന്ന ഇവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചുകളാണ്. ഈ ചേഞ്ചുകൾ കൂടാതെ ഇവരുടെ സെക്ഷുവൽ ക്യാരക്ടേഴ്സിൽ ചേഞ്ചുകൾ വരുന്നുണ്ട്. ഹെയർ ഗ്രോത്ത്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഡിഫറെന്റ് ഓർഗൻസ് എന്ന് പറയുന്നത്, ഇതൊക്കെ സെക്ഷുവൽ ക്യാരക്ടേഴ്സിന്റെ ചേഞ്ച് ആണ് വരുന്നത്. സോ ദാറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആസ് ദ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അറ്റൈൻ ചെയ്യുന്ന, ഇതൊക്കെ നടക്കുന്ന ഏജ് അല്ലെങ്കിൽ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം ദ 13 to 19 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അതിനെയാണ് നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അഡോളസൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലല്ലോ. അപ്പൊ ഈ ബോഡിക്കകത്ത് ഈ പറയുന്ന ചേഞ്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗേൾസിലാണെങ്കിലും ബോയ്സിലാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏജിലായിരിക്കും. അതിൽ ബോയ്സിന്റെ ഏജ് എന്ന് പറയുന്നത് ഒരു 11 years മുതലാണ് ഈ പറയുന്ന ചേഞ്ചുകൾ സംഭവിക്കാനായിട്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഗേൾസിലാവുമ്പോൾ 10 to 11 years മുതൽ ഈ ചേഞ്ചുകൾ സംഭവിക്കാനായിട്ട് തുടങ്ങും. ഒരു 19 years ആവുമ്പോഴേക്കും ആ ഒരു സ്റ്റേജ് അവിടെ സ്റ്റോപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഡിഫറെന്റ് ചേഞ്ചുകൾ വരുന്നുണ്ട്. മെന്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇന്റലക്ച്വലി ആണെങ്കിലും അതുപോലെ ഫിസിക്കലി ആണെങ്കിലും അവരുടെ ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചുകൾ ഈ പറയുന്ന പർട്ടിക്കുലർ പീരീഡിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് അഡോളസൻസ് എന്നുള്ളത് മനസ്സിലായി, എന്താണ് പ്യൂബർട്ടി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി, ഈ സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചുകൾ എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരുന്നത് ഈ ഒരു ചേഞ്ചുകൾ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇറ്റ് ഈസ് ദ ഹോർമോൺസ് എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എവിടെയാണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്? വാട്ട് ആർ ദ കോസസ് ഓഫ് ദ, അല്ലെങ്കിൽ ഈ ഹോർമോൺസ് കാരണം വേറെ എന്തൊക്കെ ചേഞ്ചുകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് അത് നമുക്ക് അറിയണ്ടേ? ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എന്താണ് ഹോർമോൺസ്, ആരാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോർമോൺസ് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇതുവരെ ഇത് പഠിച്ചു വെക്കുക, എന്താണ് അഡോളസൻസ്, എന്താണ് പ്യൂബർട്ടി എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.